ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമ്മുടെ പഴയകാല വിഭവമായ കായ്പോളയാണ് ഉണ്ടാക്കണേ. പക്ഷേ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാനിത് ചെയ്യണേ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഴമൊന്ന് വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാന് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ തന്നെ ഇത് ചെയ്യണം. ഈ നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നെയ്യിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 3 വലിയ നേന്ത്രപ്പഴമാണ്. അത് നീളത്തിൽ 4 കഷ്ണാക്കി മുറിച്ചെടുത്തിട്ട് പിന്നെ ചെറിയ 1 ഇഞ്ച് കനത്തിൽ മുറിച്ചെടുക്കുക, ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ അധികം കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കരുത്. ഈ ഒരു കനത്തിൽ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഈ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഈ ഒരു ലൈറ്റ് മഞ്ഞ കളറില്ലത് ഒരു ഡാർക്ക് മഞ്ഞ കളർ ആവുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പഴമാണെങ്കിൽ ഉടഞ്ഞു പോവരുത്. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനെടുത്ത പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴം മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം ഈ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാലും കോൺഫ്ലവറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഈ കോൺഫ്ലവർ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മിക്സിലേക്ക് ഒരു 2 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്ക പൗഡറും ചേർക്കാം കേട്ടോ. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ മുട്ടയും പഞ്ചസാരയും ഒരിത്തിരി ഉപ്പും കൂടെ അതിലേക്ക് ഈ ഒരു പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കായ്പോളയുടെ കൂട്ടുവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു സോസ് പാനോ അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനോ ചൂടാക്കിയെടുക്കുക. ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഈ നെയ്യൊന്ന് ആക്കി കൊടുക്കണം. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണേ. ഇനി ഇതിലേക്ക് നമ്മുടെ കായ്പോളയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയ ഒരു ദോശത്തവ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ സോസ് പാന് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് മൂടി വെച്ച്, ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേണ്ടത്, ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന്, അപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് നട്ട്സ് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ടും റൈസിൻസ്, പിന്നെ കുറച്ച് കസ്കസ് ഉണ്ടല്ലോ, നമ്മുടെ വെള്ള കസ്കസ്, അതുണ്ടെങ്കിൽ അതും കൂടെ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ബദാമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സമയത്ത് ഇതിൻ്റെ പകുതി വെച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് അടിയിലേക്കൊന്ന് താഴ്ന്നു പോയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇത് ചേർക്കുന്നത്. ഇനി വീണ്ടും മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുകളിലൂടെ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടാക്കിയെടുത്തൊരു ഫ്രൈ പാനിലേക്ക് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഈ നമ്മുടെ കാഷ്നട്ടും കസ്കസൊക്കെ വറുത്തെടുത്ത ആ ഒരു ഫ്രൈ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു 5 മിനിറ്റോളം ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കായ്പോള റെഡി ആയിട്ടുണ്ടാവും. ഇതപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കായ്പോളയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം, കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഇനി അടുത്ത നല്ല പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.